ഇപ്പോൾ കുറേ ദിവസത്തെ വിശേഷങ്ങൾ ഒരുമിച്ച് പറയാം കേട്ടോ. കാരണം ഇപ്പോൾ ഒരു 2-3 ദിവസമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് തിരിച്ച് വരുന്നതിന് മുന്നേ ഞാൻ എടുത്തു വെച്ച ക്ലിപ്പാണ്. അപ്പോൾ പറയാൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ കുട്ടികൾക്ക് ജലദോഷമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഭയങ്കര ചെറുതായിട്ട് നമ്മളെ കയ്യിലുള്ള മരുന്നുകളൊക്കെ കൊടുക്കുമല്ലോ. അല്ലാതെ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിക്കുന്നതായിരിക്കും കേട്ടോ എപ്പോഴും നല്ലത്. ചില കുട്ടികൾക്ക് അലർജി ആയിട്ടും പ്രശ്നങ്ങളുണ്ടാവും കേട്ടോ. അപ്പോൾ അതേപോലെയാണ് പാപ്പുന് ജലദോഷം വന്നു കഴിഞ്ഞാൽ കുറച്ചൊരു ബ്രീത്ത് ഇഷ്യൂസൊക്കെ വരും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു 3 ദിവസത്തേക്ക് നമ്മളിവിടെ അഡ്മിറ്റ് ആയതാണ് കേട്ടോ. അപ്പം നോമ്പിൻ്റെ സമയമായതുകൊണ്ട് തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയാണ് നോമ്പൊക്കെ തുറക്കുന്നത് കേട്ടോ. അതേപോലെ ആമീൻ്റെ എക്സാമിൻ്റെ സമയമാണ്. ഇപ്പോൾ ഈ മാർച്ച് സമയമായതുകൊണ്ട് തന്നെ എക്സാം പോയല്ലോ. അപ്പോൾ അവൾ ഇവിടെ നിന്ന് തന്നെയാണ് പഠിക്കുകയും അതേപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാം കേട്ടോ. അങ്ങനെ പാപ്പു ഒന്ന് ജസ്റ്റ് ഓക്കെ ആയതിനു ശേഷം നമ്മൾ ഡിസ്ചാർജ് ആവുകയാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഡിസ്ചാർജൊക്കെ ആയി നേരെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ പോയിട്ട് മെയിനായിട്ട് ഫസ്റ്റ് ചെയ്യാനുള്ളത്, ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര തണുപ്പാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള ആ ഒരു തണുപ്പ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് കേട്ടോ ഫസ്റ്റ് നോക്കാനുള്ളൊരു കാര്യം. വീട് ചെയ്യുന്ന സമയത്ത് ഒരു ഭംഗിക്കും എയർ സർക്കുലേഷനൊക്കെ വേണ്ടി ചെയ്തതാണ് കേട്ടോ. പക്ഷേ ഇന്നിപ്പോൾ അത് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ അവിടെ ഒരു നല്ലൊരു കർട്ടൻ ചെയ്തു കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ചൊരു തണുപ്പിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. പാപ്പുന് അവിടെ നിന്ന് കുറേ മരുന്നുകളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ ഇതാ ഒരു കാൽസ്യത്തിൻ്റെ ഇത് തന്നിട്ടുണ്ട് കേട്ടോ. ഇത് അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കാരണം ചോക്ലേറ്റിൻ്റെ ഒരു ഫ്ലേവറും കാണാനൊരു ചോക്ലേറ്റിൻ്റെ പോലെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതേപോലെ ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തതാണ് കേട്ടോ എനിക്ക് ഡ്രസ്സ്. അപ്പം ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പം ഞാൻ വന്നപ്പോഴേക്കും അത് ഓൺലൈനിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ ഞാൻ ഇനി പിന്നെ അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു ദിവസം ഞങ്ങൾക്ക് നെക്സ്റ്റ് പരിപാടി എന്താ വെച്ചാൽ ഈ നമ്മളെ ടെർമിനാലിയ വളർന്ന് വലുതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുകയാണേ. നമ്മളൊരു 2-3 ദിവസം വീട്ടിലില്ലെങ്കിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ പണികളുണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്ന് തിരിച്ചു വന്നപ്പം ഇതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ബാക്കി ഒരുപാട് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നോമ്പും അതേപോലെ നോമ്പിൻ്റെ ഇടയിൽ ചെറിയൊരു ഹോസ്പിറ്റൽ പരിപാടിയൊക്കെ ആയിട്ടുള്ളത്. ശരിക്കും വീട്ടിൽ ചെടിയൊക്കെ ഉണ്ടാകുന്നത് നല്ല ഭംഗിയാണ്. പക്ഷേ ചുറ്റും ഒരുപാട് പണികളുണ്ടാവും കേട്ടോ ഇതേപോലെ. അപ്പോൾ ഇനിയിപ്പം ഒരു 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഒന്ന് പുല്ലൊക്കെ ഒന്ന് കട്ട് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നല്ല കുറേ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇതൊരു കുഞ്ഞു വ്ളോഗായിരുന്നു കേട്ടോ. ചെറിയ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട്.